ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ചെമ്മീൻ അങ്ങ് കറി വെച്ചാലോ. അപ്പം ഞാൻ വെക്കുന്ന ചെമ്മീൻ കറി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം, വായോ. അപ്പോൾ ദേ ഈ ചെമ്മീൻ മൊത്തം ഞാനങ്ങ് പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തേണ്ടേ, അത് അടുപ്പയിലോട്ട് കയറ്റാൻ പോകും കേട്ടോ. ഇത് മൊത്തം കഴുകി എല്ലാം എടുത്തിട്ട് നേരെ കുടംപുളിയും ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ശകലം വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം അതിനകത്ത് ഉളുമ്പ് രസം വെള്ളം കൂടെ ഇറങ്ങും. എന്നിട്ട് ഇതൊന്ന് പറ്റിച്ചെടുക്കണം. അതിന് വേണ്ടി അടുപ്പയിലോട്ട് കയറ്റി. പിന്നെ ആവശ്യമെന്ന് പറഞ്ഞാൽ തേങ്ങാക്കൊത്താണ്. ഞാൻ ആവശ്യത്തിന് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. കടിക്കാൻ കിട്ടാൻ വേണ്ടി ആവശ്യത്തിന് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന സാധനങ്ങൾ പറഞ്ഞാൽ സവോള എടുത്തിട്ടുണ്ട്, തക്കാളിയുണ്ട്, ഇഞ്ചി പേസ്റ്റുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ കറിവേപ്പിലയും വറ്റൽമുളക്. ഇത്ര സാധനങ്ങൾ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുകും ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ സവോള, പച്ചമുളക്, പിന്നെ കൊച്ചുള്ളി, തക്കാളി, കറിവേപ്പില, അങ്ങനെ സകലമാന സാധനങ്ങൾ ഞാൻ ഇട്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ ഇട്ട് എല്ലാം ഒന്ന് ഇളക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഇതൊന്നും നന്നായിട്ടൊന്നും വഴന്ന് വന്നു കഴിയുമ്പോൾ വേണം നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ദേ നല്ല ഹെവി ആയിട്ട് ഞാൻ നല്ല രീതി ഇളക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇതിപ്പോൾ ഇങ്ങനെ ഇളക്കി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന പൊടി ഐറ്റംസ് എന്തൊക്കെയാണെന്നറിയാമോ? മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് മൂന്നും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഫിഷ് മസാലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്തി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ തേങ്ങാക്കൊത്തി ചേർത്ത് നല്ല രീതിയിൽ ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ ചെമ്മീൻ കുട്ടന്മാർ പറ്റി വന്നിട്ടുണ്ട്. വെന്ത് നല്ല അടിപൊളിയായിട്ട് പാകമായിട്ടിരിക്കുകയാണ്. അപ്പോൾ പൊടി ഐറ്റംസ് അങ്ങ് ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. ഒന്നും തോന്നൽ ചോദിക്കാൻ വിട്ടുപോയി, എങ്കിലും ചോദിക്കുവാണ്. പൊടി ഐറ്റംസ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊടി ഐറ്റംസ് നന്നായിട്ട് ചേർത്ത് നല്ല രീതിയിൽ ഇളക്കണം കേട്ടോ. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ആ ഫിഷ് മസാല എല്ലാം കൂടിയായിട്ട് നല്ല രീതി പാകത്തിന് ഇളകി വരണം. അങ്ങനെ നമ്മൾ നല്ല രീതി നമ്മൾ ഇളക്കി അതൊരു എന്താ പറയുക, നല്ല ഒരു പൊടിയുടെ ഒരു പച്ചമണമൊക്കെ മാറി നല്ല എണ്ണമയൊക്കെ തെളിഞ്ഞ് വരുന്ന ഒരു ടൈമുണ്ടല്ലോ, അത് കണ്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് നല്ല രീതിയിൽ നമ്മൾ നോക്കണം കേട്ടോ. അത് അങ്ങനെ റെഡിയാക്കി എടുത്ത് കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മുടെ ചെമ്മീൻ കുട്ടന്മാരെ അങ്ങ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ചെമ്മീൻ കുട്ടന്മാരൊക്കെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. പിന്നെ അങ്ങ് മൂടി വെച്ച് നല്ല രീതിയിൽ അങ്ങ് തിളപ്പിച്ചെടുക്കുക. ഉപ്പും പുളിയും പാകമാണെന്ന് നോക്കുക. അപ്പോൾ എൻ്റെ ചെമ്മീൻ കുട്ടന്മാരുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ബായ്.